എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം വീട്ടിലുള്ള ദിവസമാണ്. അപ്പോൾ കുറച്ച് ചെറിയ മധുരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും നോമ്പ് കാലമല്ലേ, അപ്പോൾ തരിക്കഞ്ഞി എല്ലാവർക്കും, എല്ലാ നോമ്പ് വീടുകളിലും തരിക്കഞ്ഞി ഉണ്ടാക്കണ ഒരു സാധനമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ പറഞ്ഞ മാതിരി കശുവണ്ടി അല്ലെങ്കിൽ ഉള്ളി അങ്ങനത്തെ സാധനം ഒന്നും വറുത്തിടില്ലായിരുന്നു പണ്ട് നമ്മുടെ വീട്ടിൽ. ഈ പാലിങ്ങനെ അതിന് നമ്മൾ റവ കുറുക്കി അല്ലെങ്കിൽ റവ കാച്ചി എന്നൊക്കെയാണ് പറയുക. അതിൽ ഈ പറഞ്ഞ കശുവണ്ടി ഇടാറില്ല, ഉള്ളി ഇടാറില്ല, ഏലക്കായ ഇടാറില്ല, ഒന്നും ഇടാറില്ല. അപ്പൊ രാത്രി കാലങ്ങളിലൊക്കെ നമുക്ക് കഴിക്കാൻ അതൊരു ഗ്ലാസ്സാണ് പണ്ട് അമ്മ ഉണ്ടാക്കി തരാം. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഹെവി ആവില്ല ഭക്ഷണം, വളരെ സിമ്പിൾ ആയിരിക്കും, എന്നാ ഹെൽത്തിയാണ്. അപ്പൊ അങ്ങനെയാണ് പാല് തിളക്കാൻ. ഇനി ഉള്ളി ഒന്ന് അരിഞ്ഞ് മൂപ്പിക്കണം. നമുക്ക് ഉള്ളിയും കൂടെ മൂപ്പിച്ചെടുക്കാം. അതെ, എനിക്ക് ആക്ച്വലി ഉള്ളിയും കശുവണ്ടിയും ഒന്നും ഇഷ്ടമല്ല കേട്ടോ, വെറുതെ കുടിക്കണത് ഇഷ്ടം. പക്ഷെ ഇപ്പൊ ഡയറ്റ് ആയതുകൊണ്ട് ഇതൊന്നും കുടിക്കലില്ല. എന്നാലും ചില സമയത്ത് കൊതിയൊക്കെ വരുമല്ലോ. ഇവിടെ ഇപ്പൊ ബീഫ് ഇല്ലാണ്ടുള്ള നോമ്പൊക്കെ തുറന്നാൽ മതി. നല്ല ചീരക്കൂട്ടാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പീച്ചിങ്ങ ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനുഷ്യൻ ബീഫ് ഒന്നും തന്നെയാറില്ല, ചിക്കൻ മാത്രമേ കഴിക്കാൻ. താജ്മഹൽ നമ്മുടെ മേശരിനെ കണ്ട, മേശരി ഹലോ പരസ്യം വേണ്ട നിങ്ങൾക്ക്. അതെ, നമ്മുടെ വീട് നിർമ്മിച്ച ആളാണ് സണ്ണി. ആകാശിന്റെ മകൻ ഇവിടെ ടൈൽ ഇടാൻ പോവാണ് നമ്മുടെ മുറ്റത്ത്. ആകാശാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. മരുമോളുടെ പേര് ഇങ്ങനെ വട്ടത്തിൽ എഴുതണം. ഉള്ളി ശരിയാക്കിയോ? അതിൽ തന്നെ നെയ്യ്, ബാലൻസ് ഉള്ള നെയ്യ്. ഇത് റോസ്റ്റഡ് റവ തന്നെയാണ്, എന്നാലും ഒന്ന് ചൂടാക്കി ഒരു പ്രത്യേക വാസന വരും. പ്രത്യേകിച്ച് നെയ്യെല്ലാം വറക്കുമ്പോഴേ തീ കുറച്ച് വെക്കണേ. എനിക്കും മിഥുനും ഇത് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ കണ്ണേട്ടന് അത്ര വലിയ താല്പര്യമില്ല, കാരണം റവയാണ്. ഇവിടെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാനും മിഥു സുമേച്ചും കൂടെയാണ്. ഇതൊരു ഇഷ്ടല്ലേ? എന്താ അതെ, അല്ലെങ്കിൽ കട്ട പിടിക്കും. അപ്പൊ ഒന്ന് തള വരണം. ഒരു 4 ഗ്ലാസ് പാലും 2 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര, ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് മധുരം മതി വെച്ചിട്ട് അതിൽ പകുതി എടുത്ത് കുമാരി ഏലക്കായ പൊടിക്കാനെടുത്തു. ആരെങ്കിലും ചെയ്യും, ഒരു ശകലമൊക്കെ ഇട്ടല്ലോ പൊടിക്കുള്ളൂ. നമുക്ക് ആ ഏലക്കായ പഞ്ചസാര പൊടിച്ചതും കൂടെ അതിലേക്ക് ചേർക്കാം. എടുത്ത പഞ്ചസാരയുടെ പകുതി എടുത്ത് ഏലക്കായ പൊടിച്ച ലോകത്തിലെ മഹതി നീ മാത്രം. ഞാൻ ചോദിച്ചിട്ടാ എടുത്തത്, അപ്പൊ എടുത്തോന്ന് പറഞ്ഞിട്ട് എടുത്ത്. അതൊക്കെ മണവാളുടെ അമ്മ കണ്ട മോശമായിട്ടാ. റവ നുള്ള ഉപ്പും കൂടെ ചേർക്കട്ടോ. ഇതൊന്നും അവിടെ കുറുകട്ട, ഒരുപാട് തിക്കാവണ്ട, ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാൻ പാകത്തിന്. ചെറിയ മധുരം ഒന്ന് കുറുകട്ടെ. അതെ, ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ തിക്കാവും. നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാൻ പാകത്തിനാണല്ലോ വേണ്ടത്. അപ്പം ഞാനിപ്പോൾ അങ്ങോട്ട് ഓഫ് ചെയ്യാണ്. മതി. ഞാനിപ്പോഴത്തെ എന്താ മറ്റേ ഓട്സും പഴമൊക്കെ ഇട്ടിട്ടുള്ള പാൻ കേക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ. അതിലേക്ക് നമുക്കതേ നമ്മൾ വറുത്ത് വെച്ച കശുവണ്ടിയും ഉള്ളി മുന്തിരി ഇടാട്ടോ. ഇവിടെ ഈ പാല് ചേർക്കുന്ന സാധനത്തിൽ ഒന്നും മുന്തിരി ഞാൻ ഇടാറില്ല. ഇനി ഇത് പോട്ടെ, ഇത് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയാലും അടിപൊളി സ്വാദാട്ടോ. അപ്പോൾ സാധാരണ പശുമ്പാൽ തന്നെ ഉപയോഗിച്ചത്. അപ്പോൾ ഒരു 6 ഗ്ലാസ് പാല് നോക്കി, ഒരു 4 ഗ്ലാസ് പാലും 2 ഗ്ലാസ് വെള്ളവും, അതിലേക്ക് ഒരു 3/4 കപ്പ് തികച്ച് റവ എടുത്തിട്ടില്ല, അത്ര കുറച്ച് എടുത്തിട്ടുള്ളൂ. 1 കപ്പ് പഞ്ചസാരയും. അത്രയും മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് എടുക്കാം കേട്ടോ. ഞാൻ വളരെ കുറച്ച് മധുരം ചേർത്തിട്ടുള്ളൂ. അപ്പോൾ റെഡി. ഇതാണ് നമ്മുടെ തരിക്കഞ്ഞി.
അപ്പോൾ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ.